കുറേ സെലിബ്രിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ വെഡ്ഡിംഗ് ഹാൾ നല്ല ക്രൗഡഡ് ആയിരുന്നു. സുരേഷ് ഗോപി, മേനക, PT ഉഷ, ശോഭ സുരേന്ദ്രൻ, ദേവൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. പൊളിറ്റിക്കലി ഞാൻ അത്ര അവെയർ അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വന്ന എല്ലാവരെയും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് പേരെയൊക്കെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഗ്രൂമാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന്. എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ മോനാണ്. രാഹുൽ എന്നാണ് പേര്. ബ്രൈഡ് നിവേദിതയാണ്. നാഷണൽ BJPയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ കൃഷ്ണദാസ് ജിയുടെ മോളാണ്. 12-നും 12:30-ക്കും ഇടയ്ക്കായിരുന്നു മുഹൂർത്തം. ഏച്ചൂരിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ ചടങ്ങ് ഉണ്ടായിരുന്നത്. തലേന്നത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് രാത്രിയായി വീടെത്താനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് സാരി എടുത്ത് വെക്കലും അങ്ങനെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡി ആവേണ്ടത് കൊണ്ട് തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടിയും വന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കപ്പിച്ചുണ്ടായിരുന്നു. എൻ്റെ കണ്ണൊക്കെ നല്ല ടയേർഡായിരുന്നു. കല്യാണമൊക്കെ അടിപൊളിയായി കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞതും ഞാനും എൻ്റെ കസിൻസും വേറെ കുറേ റിലേറ്റീവ്സൊക്കെ പുറത്തിറങ്ങി ഹാളിൽ നിന്ന്. കാരണം നല്ല ക്രൗഡഡ് ആയിരുന്നു ഹാള്. പിന്നെ നമ്മളെന്ന് പറയുന്നത് അങ്ങനെ എല്ലാ സമയവും കാണുന്ന ആൾക്കാരൊന്നുമല്ല. ഇതുപോലെ വല്ലപ്പോഴും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴേ ഞാൻ എൻ്റെ മറ്റ് റിലേറ്റീവ്സിനൊക്കെ കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല ഫുഡായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം അപ്പോഴാണല്ലോ ഈ പെണ്ണ് വരണ ചടങ്ങ്, പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ വരണ ചടങ്ങ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഈ വക ചടങ്ങൊക്കെ ഒരു 7 മണിയായപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വന്ന ആൾക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. എനിക്കാണെങ്കിൽ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ മൂടി മൂടി പോവായിരുന്നു. അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു ഞാൻ. എൻ്റെ സോഷ്യൽ എനർജി ഒക്കെ ഡ്രെയിൻഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളും ഫുഡ് കഴിച്ച് ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഈ സാരി ഒന്ന് അഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു. ശ്വാസം നേരെ വീണത് അപ്പോഴാണ്.